BJP ലീഡ് ചെയ്യുന്നു. വസീർപൂറിൽ ആം ആദ്മി പാർട്ടിയുടെ സീറ്റിൽ അവർ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. കൽക്കാജിയിൽ BJPയുടെ സിറ്റിംഗ് സീറ്റിൽ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റ് അവിടെ കൽക്കാജിയിൽ അതീഷി പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ. ബാബർപൂർ മണ്ഡലം ആം ആദ്മി പാർട്ടിയുടെ ഗോപാൽ റായ് പ്രധാനപ്പെട്ട നേതാവാണ്, മന്ത്രിയാണ്. അദ്ദേഹം ലീഡ് ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം മുൻനിര നേതാക്കളൊക്കെ തന്നെ പിന്നിൽ പോകുമ്പോൾ നിലവിലെ മന്ത്രിയായ ഗോപാൽ റായ് ലീഡ് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യൂഡൽഹിയിൽ ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണെന്ന് തന്നെയാണ്. കാരണം പർവേഷ് വർമ്മ ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും പിന്നിൽ. അതേസമയം ആം ആദ്മി പാർട്ടിയുടെ 3 VVIP മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടി പിന്നിലാണ്. സിസോദിയും കേജ്രിവാളും അതീഷിയും ഇപ്പോഴും പിന്നിലാണ്. 32, 21, 1 എന്നുള്ളതാണ് ആകെ ഇപ്പോൾ 54 സീറ്റുകളിലെ ലീഡ് നിലയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നാണ് കോൺഗ്രസിന് ഒരു സീറ്റിൽ ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസിന് ബോണസ് ആണ്. കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ പോലും കോൺഗ്രസിന് 2015-ലും 2020-ലും കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കിട്ടിയിരുന്നില്ല. അവിടെ നിന്നാണ് കോൺഗ്രസിന് ഒരു സീറ്റിൽ ഡൽഹി PCC അധ്യക്ഷൻ ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ 32, 21, 1 എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോഴും ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്. ഭരണവിരുദ്ധ വികാരത്തിലേക്ക് ഡൽഹി പോവുകയും 12 വർഷത്തിന് ശേഷം ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോവുകയും ചെയ്യുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന വരികയാണ്. അങ്ങനെ ഫ്രീബീസ് സൗജന്യ സേവനങ്ങൾ നൽകിക്കൊണ്ടിരുന്ന അരവിന്ദ് കെജ്രിവാൾ സർക്കാരിന്, ആം ആദ്മി സർക്കാരിന് തിരിച്ചടി നേരിടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. BJPയുടെ തന്ത്രപരമായ സമീപനങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ തന്ത്രങ്ങൾ, ഇലക്ഷൻ എഞ്ചിനീയറിംഗ്, ഇതൊക്കെ വിജയത്തിലേക്ക് നികുതി ഇളവ് പോലും ഗുണം ചെയ്തിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഈ സൂചനകൾ ഇപ്പോൾ നൽകുന്നത്. ഒരു സംശയമില്ല, അവസാന ഘട്ടത്തിൽ കേന്ദ്ര ബജറ്റിൽ വന്ന ആദായ നികുതി ഇളവുകൾ അത് BJPയെ തുണച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിലേക്ക് കൂടി കാര്യങ്ങൾ വരികയാണ്. ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കുകളിലേക്ക് കടന്നു വരുവാനായിട്ട് BJP കഴിഞ്ഞിട്ടുണ്ട്. BJP ഡൽഹിയിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു പാർട്ടി തന്നെയാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കുന്നതുമാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ ജനങ്ങൾ നെഞ്ചിലേറ്റിയിരുന്നു. അതാണിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും 32, 21, 1 എന്നുള്ളതാണ്. അതിൽ 24 സീറ്റുകളും BJP ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിലാണ്. ഇപ്പോഴും അങ്ങനെയാണ്. 24 സിറ്റിംഗ് സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിൽ BJP ഇപ്പോഴും ലീഡ് ചെയ്യുന്നു. ആം ആദ്മി പാർട്ടി 22 ആയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ അവിടെ BJP ലീഡായിരുന്നു. പക്ഷേ ഇപ്പോൾ സോംനാഥ് ഭാരതി, മുൻ മന്ത്രിയാണ് അദ്ദേഹം ഇപ്പോൾ ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. പക്ഷേ പട്പട്ഗഞ്ച്, മനീഷ് സിസോദിയ മുൻപ് പ്രതികരിച്ചിരുന്ന മണ്ഡലം, അവിടെ BJP ലീഡ് ചെയ്യുന്നു. മനീഷ് സിസോദിക്കെതിരായ ഒരു വികാരം അവിടെ ഏതായാലും സ്ഥാനാർത്ഥിക്കെതിരെ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് വേണം